മീറ്റ് വിത്ത് രാജൻ ജോസഫ്. ഈ രാജൻ ജോസഫ് എന്ന് പറയുന്ന ഈ ഊളയെ ഇഷ്ടമല്ലാത്ത ആളുകൾ ഒന്ന് ലൈക്കായിട്ടൊന്ന് കൊടുത്തേക്കണേ. എത്ര പേര് ഈ രാജൻ ജോസഫിനെ ഇഷ്ടമല്ലാത്തതായിട്ടൊന്ന് അറിയാനാണ്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോക്കകത്ത് രാജൻ ജോസഫിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഷ്ടമില്ലാത്ത ആളുകൾ ഈ രാജൻ ജോസഫിനെ എത്ര ആളുകൾ വെറുക്കുന്നുണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടും ലൈക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊന്ന് ആ വീഡിയോക്കകത്ത് 10,000 ലൈക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. സാധാരണ അത്രയൊന്നും അല്ല, അത്രയും ആളുകൾ ലൈക്ക് ചെയ്തെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ ഈ രാജൻ ജോസഫിനെ വെറുക്കുന്നുണ്ട് എന്നൊന്ന് ലൈക്ക് ചെയ്യണേ. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്, നിരന്തരം ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് എവിടെ നിന്നൊക്കെയോ കിട്ടുന്ന നക്കാപ്പിച്ചയും മേടിച്ചുകൊണ്ട് വന്നിരുന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ക്രൂരമായിട്ടുള്ളൊരു പീഡകൻ എന്ന് വിശേഷിപ്പിച്ച് എന്ന് ഡെയിലി മുദ്ര കുത്തി വീഡിയോ ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പം ആ രാജൻ ജോസഫ് ഇപ്പം രാഹുൽ മാങ്കൂട്ടം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പുള്ളിയുടെ പപ്പുമില്ല കൂടെയില്ല, എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് സീനാദേവിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ. ഇപ്പം സീനാദേവി കുഞ്ഞമ്മ ഈ ഒരു റിനിയുമായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയല്ലോ. അപ്പം അത് നോക്കണം. റിനി അതുവരെ തല പൊക്കിയിരുന്ന റിനി, അതുവരെ അങ്ങും പോസ്റ്റിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന റിനി പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് പിൻവലിഞ്ഞത്. സീനാദേവി കുഞ്ഞമ്മ 12 മണിക്ക് 1 മണിക്കുള്ള സീക്രട്ട് ചാറ്റ് ഞാനൊന്ന് എടുത്ത് കാണിക്കട്ടെ മോളെ എന്ന് ചോദിച്ചതേ ഉള്ളൂ. പിന്നെ റിനിയുടെ പപ്പുമില്ല കൂടെയില്ല, പുള്ളിക്കാരി എവിടെയാണെന്ന് പോലും ഒരു പിടിയില്ല. അതുപോലെ ഷഹനാസിൻ്റെ കേസ് നമ്മൾ കണ്ടതാണല്ലോ. ഷഹനാസ് ഇപ്പോൾ ഒന്നൊന്ന് അടങ്ങിയിട്ടുണ്ട്, കമൻ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഫേസ്ബുക്കിനകത്ത്. മറ്റേത് കമൻ്റൊക്കെ ഓപ്പൺ ആക്കി ഓരോ പോസ്റ്റുകൾ ഡെയിലി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഫേസ്ബുക്കിനകത്ത് കിടന്നുള്ള പോസ്റ്റിംഗ് ആയിരുന്നു. ഫേസ്ബുക്കിനകത്തായിരുന്നു പുള്ളിക്കാരിയുടെ ഫൈറ്റിങ്. അപ്പോൾ അതിൻ്റെ കമൻറ്റുകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച്, കമൻറ്റ് മൊത്തവും പൂരത്തെറിയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കലായിരുന്നു ഈ ഷഹനാസിൻ്റെയും ജോലി. എന്തായാലും ഇപ്പം പുള്ളിക്കാരി കമൻറ്റ് ബോക്സൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ സംഭവം, പുള്ളിക്കാരിയും സൈഡായിട്ടുണ്ട്. അപ്പം വേറൊന്നുമല്ല, നിയാസ് മലബാറി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ഈ ഷഹനാസിനെ എക്സ്പോസ് ചെയ്യുന്നതിൻ്റെ അങ്ങേയറ്റം ഷഹനാസ് കുടിച്ചിട്ടുള്ള പാല് വരെ വെളിയിൽ വരുന്ന രീതിയിലാണ്. 1-ാമത്തെ വയസ്സ് തൊട്ട് ഇപ്പോൾ എത്ര വയസ്സുണ്ടോ ആ പ്രായം വരെയുള്ള കാര്യങ്ങളെല്ലാം ഈ നിയാസ് മലബാറി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ കൊണ്ടിട്ട് ഫേസ്ബുക്കിനകത്ത് കൊണ്ടിട്ട് വലിച്ച് കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കഥ. ഭാഗം 5 ഭാഗം 4 ആയിട്ട് ഞാൻ കുറേ കണ്ടായിരുന്നു. ഞാൻ അതിനെ പറ്റിയിട്ടൊന്ന് ഒരു ദിവസം വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും അതൊന്ന് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ നിയാസ് മലബാർ ഈ ഷഹനാസിനെ പറ്റിയിട്ട് കൊണ്ടുവന്ന കഥകളൊക്കെ നമ്മൾ കണ്ടതാണ്. IAS കഥകൾ, പിന്നെ ID കാർഡിൻ്റെ വിവാദം, അങ്ങനെ ഒരുപാട്. പിന്നെ സ്വന്തം കുഞ്ഞിനെ അനിയത്തിയുടെ കുഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട് നടക്കൽ. അപ്പം അങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്ന അനിയത്തിയെ പറ്റിയിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് വിവാദങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷഹനാസിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷഹനാസും നൈസായിട്ട് വലിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ നാറാനിഞ്ഞൊന്നുമില്ല, നാറുന്നതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നാറി നിൽക്കുകയാണ്. പക്ഷേ ഇനിയും കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നാറുന്നുള്ള ഇത് വെച്ചിട്ടായിരിക്കും കമൻറ്റ് ബോക്സൊക്കെ ഓഫാക്കി ഇപ്പം ഒന്ന് അടങ്ങിയിരിക്കുകയാണ് പുള്ളിക്കാരി. അപ്പം അതുപോലെ ഈ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ റിനിയുടെ കാര്യം എന്ന് എടുത്തിട്ടോ അന്ന് റിനി മാളത്തിൽ കയറി വിളിച്ചു. അപ്പം അന്ന് ഈ ശ്രീനാദേവി കുഞ്ഞമ്മയും അന്ന് ഈ വിഷയം ഉണ്ടല്ലോ, ഈ ആരാണ് റിനിയുടെ രാത്രി ചാറ്റ് ഉണ്ടല്ലോ, 12 മണിക്കും 1 മണിക്കും സീക്രട്ട് ചാറ്റിന് വിളിക്കുന്ന ചാറ്റ്. അപ്പോൾ അത് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന് പറഞ്ഞവരെ സ്വന്തം പേജിലൂടെയൊക്കെ വന്ന് അറിയിച്ചതിന് ശേഷം ഈ രാജൻ ജോസഫിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, ഒരു ചർച്ച ഉണ്ടായിരുന്നു. അത് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് എങ്ങനെ അറിയാം? അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ പുതിയൊരു അവിഹിതം കണ്ടുപിടിക്കുകയാണ്. അവർ തമ്മിലപ്പം വേറെ എന്തോ സംഭവമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളി ചർച്ചയിൽ വന്നിരുന്നങ്ങോട്ട് അടിച്ചങ്ങോട്ട് വിടുക. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് മനുഷ്യരെ കുത്തിത്തിരിപ്പുണ്ടാക്കുമെന്ന് നോക്കണം. അത്ര രീതിയിലാണ് സംസാരിക്കുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുൽ മാങ്കൂട്ടവും. അപ്പോൾ അവർ തമ്മിൽ അവിഹിതമുണ്ട്, അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട്, ആ ബന്ധം ആദ്യം പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചങ്ങോട്ട് വിടുക. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ ഉണ്ടല്ലോ, ഫോൺ വിളിച്ചിട്ട് നല്ല തെറി അങ്ങോട്ട് വിളിച്ച് വീട്ടിൽ വന്ന് കാലും കൈയും തല്ലി പിടിക്കുന്നതും പറഞ്ഞിട്ട് ആ ഓഡിയോ റെക്കോർഡൊക്കെ നമ്മൾ കേട്ടയാണ് അല്ലേ. അപ്പം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സംഭവം ശ്രീനാദേവി കുഞ്ഞമ്മ പിന്നെ പറഞ്ഞായിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ഇവർ ഫാമിലിപരമായിട്ട് ഒരു ബന്ധുക്കാരാണ്, ഫാമിലിയായിട്ട് നല്ല അടുപ്പമാണ്. അങ്ങനെ അപ്പോൾ ഫാമിലിയായിട്ട് അടുപ്പമുള്ള ആളുകൾ അവിടെ നടക്കുന്ന ഒരു പ്രശ്നങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. പോരാത്തതിന് ശ്രീനാദേവി കുഞ്ഞമ്മയും ഒരു
പ്രവർത്തകയാണ്, പാർട്ടി പ്രവർത്തകയാണ് അല്ലേ. അപ്പം ഉറപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും, തെളിവുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും, പറയും ഇന്നതുപോലെ എന്നൊക്കെ ഉറപ്പായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു തെളിവ് വെച്ചിട്ടുമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ റിനിയുടെ സംഭവം വെളിയെടുത്തിട്ട് അതുപോലും അവിഹിതമാക്കി കളഞ്ഞ ഈ ഈ ഊള ഈ രാജൻ ജോസഫ്. അപ്പോൾ ഇപ്പം രാഹുൽ മാങ്കൂട്ടം ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇയാളെ പൊടി പോലും സോഷ്യൽ മീഡിയയിൽ കാണാനേ ഇല്ലായിരുന്നു, എവിടെ ഇല്ലായിരുന്നു. ഞാൻ കുറേ തപ്പി നോക്കി, ഒരിടത്തും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി വേറെ ഏതെങ്കിലും ചാനലിൽ പോയിരുന്നു ചർച്ച വല്ലതും തുടങ്ങി കാണുന്നു, പക്ഷെ ഒരിടത്തും ഇല്ല. കഴിഞ്ഞ ദിവസം ഇയാൾ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ എവിടെയും പോയില്ലടാ പട്ടികളെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാന്ന് പറഞ്ഞിട്ട്, നീയൊക്കെ എന്നെ കൂടിപ്പോയാൽ എന്നെ അങ്ങ് തൂക്കിക്കൊല്ലു, അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കി. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പാലക്കാടിൽ തന്നെ ഈ കോൺഗ്രസ്സിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഈ രാജൻ ജോസഫിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ലൈക്കും ഒന്ന് കയറിക്കോട്ടെ. അതുപോലെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഫോളോ ചെയ്തൊന്ന് വെച്ചേക്കണേ. അപ്പോൾ നിങ്ങൾ രാജൻ ജോസഫിൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടോ. കഴിഞ്ഞ ദിവസം പുള്ളി ഇട്ടൊരു വീഡിയോ ആണ്. കഴിഞ്ഞ 10 ദിവസമായിട്ട് ഞാൻ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. അപ്പോൾ ഇവർ ചില ഓൺലൈൻ മാധ്യമക്കാരെ കൊണ്ട് രാജൻ ജോസഫ് ഒളിവിൽ പോയി, പിന്നെ പാവം പിടിച്ച പെൺകുട്ടികളെയും കൂടി വിളിച്ച് പറയും, പിന്നെ അവരുടെ പേരും കൂടി മെൻഷൻ ചെയ്യുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഒരു ഒളിവിലും പോയിട്ടില്ല. എനിക്ക് നല്ല വിശ്വാസമുള്ള കാര്യങ്ങളും എനിക്ക് നല്ല ബോധ്യങ്ങളുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഷാഫിയും രാഹുലും കൂടി വെറുതെ എന്നോട് ചൊറിയാൻ നിന്നിട്ട് കൂടുതൽ ഇഴന്ന് വാങ്ങരുത്, അതവർക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ ഇവരന്മാരെ വിചാരമുണ്ട് യുവന്മാർക്ക് പിന്നെ എന്നെ പേടിപ്പിച്ച് കളയാന്നുള്ളത്. യുവന്മാർക്ക് കുറേ ഗുണ്ടാ സംഘങ്ങളും കൊട്ടേഷൻ സംഘങ്ങളും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് വിളിക്കുന്നുണ്ട്. അതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതിയടാ ആളുകളെ, അതും കൊണ്ടൊന്നും എൻ്റെ അടുത്തേക്ക് വരണ്ട. എനിക്കിതിനകത്ത് ഒരു പേടി ഉണ്ടായിട്ടല്ല ഞാൻ ഉണ്ടായിരുന്നത്. എനിക്കിതിനകത്ത് നല്ല ബോധ്യമുണ്ട്, എനിക്ക് നല്ല പിന്നെ പ്രതിഷേധമുണ്ട്, കാര്യങ്ങളുമുണ്ട്, ഒക്കെ ഉണ്ട്. അത് ഇവർ നന്നായി വരികയാണെങ്കിൽ നന്നായി വരട്ടെ എന്നേ ഇരുന്നുള്ളൂ. ഭാവിയുള്ള ചെറുപ്പക്കാരാണ് ഒക്കെയാണ് എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തലയിൽ കയറാൻ വേണ്ടി വരരുത്. പിന്നെ ഇവർക്കെന്താ ഈ പേടിപ്പിക്കാൻ എന്താ ഉള്ളത്? ഇവർ പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു മൈരും ചെയ്യില്ല ഇവരെ കൊണ്ട്. ഇവർക്ക് മാക്സിമം പോയാൽ എന്നെ കൊല്ലാൻ പറ്റുമായിരിക്കും, അല്ലാതെ ഇവരെന്ത് തേങ്ങ ചെയ്യുക? അതിനെക്കുറിച്ച് പേടിയില്ലാത്ത ഒരാളുമാണ് ഞാൻ. അപ്പോൾ ഇവർ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിടന്ന് സൈബർ ടീമിൽ കുറേ ആൾക്കാരെ കൊണ്ട് എനിക്കെതിരെ ഇങ്ങനെ വീഡിയോ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക. അതങ്ങനെ പിന്നെ മിണ്ടാതെ പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഇറങ്ങിയതും തൊട്ടാണ് ഈ രാജൻ ജോസഫ് ഒളിവിൽ പോയത്. ഉറപ്പായിട്ട് പണി കിട്ടുമെന്ന് നല്ലപോലെ അറിയാം. ഈ മറ്റേ റിനിയുടെയും അതുപോലെ ഷഹനാസിൻ്റെയും കേസിൽ കുടുംബചരിത്രം വെളിയിൽ വരുമെന്ന് പേടിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഒളിവിൽ പോയത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കണം, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുന്ന തലേന്ന് വരെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് വാഞ്ഞടിക്കുന്ന ഒരു രാജൻ ജോസഫിനെയാണോ കണ്ടത്. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി എത്രത്തോളം മോശക്കാരനായി ചിത്രീകരിക്കാവോ അങ്ങേ അറ്റം എക്സ്ട്രീം ലെവലിലാണ് എവിടെ നിന്നൊക്കെയോ കിട്ടുന്ന പൈസയും മേടിച്ചുകൊണ്ട് വന്നിരുന്നിട്ട് പുള്ളി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തായാലും പുള്ളി ഇപ്പം മാളത്തിൽ നിന്ന് പുറത്ത് വന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ കുറച്ച് ദിവസം ഒന്ന് മാറിയിരിക്കാമെന്ന് വിചാരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തൂറി മെഴുകിക്കൊണ്ട് വന്നേക്കുന്നത്. എന്തായാലും കൊള്ളാം. ഒരു വ്യക്തിയെ ഇത്രയൊക്കെ ഇട്ട് ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് ഇത്രയും ക്രൂശിക്കേണ്ട കാര്യമില്ല. മറ്റുള്ള ആളുകൾ കൊടുക്കുന്ന പൈസയും പിടിച്ച് നക്കിയിട്ട് ഇത്രയും ക്രൂശിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിന് മാത്രം പുള്ളി എന്ത് തെറ്റാണ് പുള്ളി ചെയ്തിട്ടുള്ളത് അല്ലേ? ഉഭയകക്ഷി സമ്മതപ്രകാരം പുള്ളിക്ക് പറ്റിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അത് പാടില്ല. പക്ഷേ അത് ഒരിക്കലും പുള്ളി ഈ പറഞ്ഞിട്ടുള്ള മറ്റൊരാളെ അനുവാദം ഇല്ലാതെ ഒന്നുമല്ല. ഉഭയകക്ഷി സമ്മതപ്രകാരം അത് കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതെന്താ ചെയ്യേണ്ടത്? അത് തിരുത്തി കൊടുത്ത് പുള്ളിയെ മുമ്പോട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ മാനസികമായിട്ട് തളർത്തി അയാളെ രാഷ്ട്രീയം ഇല്ലാതാക്കലല്ല വേണ്ടുന്നത് അല്ലേ. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി തളർന്നിട്ടില്ല, തളരാനും പോകുന്നില്ല. കാരണം അതിൻ്റെ ഏറ്റവും ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ നിരന്തരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേജിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്റുകൾ അല്ലേ. ആ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തെ താങ്ങിപ്പിടിച്ച് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിലാണ് ഇപ്പോഴും പുള്ളിയുടെ. എന്നെ അതിശയപ്പെടുത്തുന്നതാ. ഇത്രയൊക്കെ ഈ ഒരു പ്രസ്ഥാനം വരെ കഴിയൊഴിഞ്ഞിട്ട് പോലും ആ ഒരു പ്രസ്ഥാനത്തോടുള്ളൊരു ആത്മാർത്ഥത,
അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പം തെറ്റ് തിരുത്തി കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ പുള്ളിയുടെ രാഷ്ട്രീയം തകർത്തിട്ട് എന്ത് കിട്ടാനാണ് അല്ലേ? പുള്ളി എന്നൊരു ഒരു ഒരു ഈ നാളെയുടെ ഒരു വാഗ്ദാനം തന്നെയാണ് പുള്ളിയുടെ ഒരു രാഷ്ട്രീയം. അത് അല്ലെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴും ഈ പാലക്കാട് ചെന്ന് പാലക്കാടിലുള്ള ജനങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ മതി, എന്തുമാത്രം ഇപ്പം ഈ നാടുകളിൽ വികസനം, വലിയ വലിയ കെട്ടിടങ്ങൾ, വലിയ വലിയ ഹോസ്പിറ്റലുകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ കടന്ന് ഈ വികസനത്തിന് വേണ്ടിയിട്ട് കടന്ന് കയറ് പൊട്ടിക്കുന്ന കുറച്ച് നേതാക്കളുണ്ടല്ലോ, അതിലൂടെ കുറച്ച് പുട്ടടിക്കാനും കൂടെയാണ് അവർ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഷാഫി പറമ്പിലായിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ, പാലക്കാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് ചെയ്തു കൊടുത്തിട്ടുള്ളതെന്ന് അവിടെ ചെന്ന് ചോദിച്ചാൽ മനസ്സിലാവും. അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ജനങ്ങളിലേക്ക് ഇറങ്ങി പോവുക, ജനങ്ങൾക്ക് വേണ്ടുന്നുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ജോലി, തൊഴിൽ, PSCക്കൊക്കെ വേണ്ടിയിട്ട് എന്തോ ഒരു പ്രയത്നങ്ങളാണ് ഈ ഷാഫി പറമ്പിലൊക്കെ അവിടെ കാണിച്ചത്, രാഹുൽ മാങ്കൂട്ടൊക്കെ ചെയ്തിട്ടുള്ള. അതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ, ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളല്ലേ. അല്ലാതെ അവിടെ കൊണ്ടുപോയിട്ട് ഓരോ വലിയ വലിയ കൊട്ടാരങ്ങളോ വലിയ വലിയ മാളുകളോ പണിഞ്ഞ് കുത്തക മുതലാളിമാർക്ക് പണം ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണോ ചെയ്തത്? അല്ല. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ സഹായിച്ച് അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി ആ സാധാരണക്കാരെ ഇടയിൽ തന്നെ അവരെ പ്രവർത്തനം തുടർന്നു കൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളെയാണ് ആവശ്യം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതൊക്കെ തിരുത്തി കൊടുക്കുന്നത് പാർട്ടിയിലുള്ള അല്ലെങ്കിൽ ഈ മുതിർന്ന നേതാക്കളായിട്ടുള്ള ആളുകളാണ്. അവർ വരെ തള്ളിക്കളയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഒരു കറകളഞ്ഞ ഒരു കോൺഗ്രസ്സുകാരന് പറ്റിയ പരിപാടിയല്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കേസിൽ തന്നെ നമ്മൾ കാണുന്നതാണ്, എന്തൊക്കെ പുള്ളിക്കെതിരെ എത്ര പേര്, സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ആളുകളും ഭരണപക്ഷത്തുള്ള ആളുകളും, എത്ര ആളുകൾ പുള്ളിയെ മോശക്കാരനായിട്ട് ചിത്രീകരിച്ച് ചെരുപ്പ് വരെ എറിഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നിട്ടും പുള്ളി ഒരു പുഞ്ചിരിയോടെ എന്താണ് പറഞ്ഞത്? എല്ലാം ഓക്കെ, എനിക്കൊരു കുഴപ്പമില്ല, സത്യം എന്നാലും തെളിയും. പുള്ളിക്ക് ആരോടും ഒരു ദേഷ്യവും വിദ്വേഷവും ഒന്നും ഇല്ലായിരുന്നു അല്ലേ. അതാണ് ഒരു കോൺഗ്രസ്സുകാരൻ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനെന്നല്ല, ഇനി ആരാണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, നേതാവെന്ന് നമുക്ക് വിളിക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തകൻ. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു വീട്ടമ്മയുടെ ഒരു പ്രതികരണം കൂടെ ഞാൻ വെച്ച് തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്കേ. ഈ വിഷയത്തെ ഇങ്ങനെ പെരുപ്പിച്ച് ഈ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ഓരോ ദിവസവും. രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ 2-3 വർഷം ആയില്ലേ ആ കാര്യം. അപ്പൊ ഇപ്പൊ ഇങ്ങനെ അത് തട്ടിപ്പൊക്കിക്കൊണ്ട് വരുന്നത്, അപ്പൊ അത് അന്ന് സംഭവിച്ചത് അത് സാധാരണ, അതായത് ആസ് യൂഷ്വൽ വിൽ ഹാപ്പൻസ്, അങ്ങനെയല്ലേ അത് സാധാരണ സംഭവിക്കാവുന്ന ഒരു കാര്യത്തിന് രാഷ്ട്രീയത്തില് ഇടപെടുത്തി. എനിക്കിപ്പോ തോന്നുന്നത് ഈ ചെറിയ ഒരു തെറ്റിന് സാധാരണ ആൾക്കാർക്ക് സംഭവിക്കാൻ, കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും യുവാക്കൾക്കും സംഭവിക്കാവുന്ന ഒരു കാര്യത്തെ ഇങ്ങനെ കുത്തിപ്പൊക്കി ഈ ടൈമില് വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ അത് താറടിക്കാൻ വേണ്ടി മനഃപൂർവ്വം കോൺഗ്രസിലെ എനിക്കിപ്പോ തോന്നുന്നത് ഈ സീനിയർ ആയിട്ടുള്ള രമേശ് ചെന്നിത്തല, സതീശൻ, അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ ഒന്ന് പറയട്ടെ സാറേ, ഈ അധികാരത്തിന് വേണ്ടി പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളത്, അത് ചെയ്യുമ്പോൾ ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്, എനിക്ക് വളരെ വിഷമമുണ്ട് അക്കാര്യത്തില്. ഈ പ്രസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഇതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ നമ്മുടെ ആൾക്കാർ തന്നെ, ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇതിനെ ഇത്രയും കോംപ്ലിക്കേഷൻ ആക്കി വെച്ചിരിക്കുന്നത്. സതീശൻ ആസൂത്രണം ചെയ്ത് സതീശൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് എന്തോ ഉള്ളത് അതിനകത്ത്? സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, എന്നിട്ട് ഈ കടൽക്കഴവന്മാരെ ഇവന്മാരെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒരു കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അടിമുടി പിന്നെ ഇടിച്ചു കളയുന്ന ഒരു സാഹചര്യമാണ് ഞാനിപ്പോൾ കാണുന്നത് ഈ രാഷ്ട്രീയത്തില്. കോൺഗ്രസ് എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ടോ? ഇവരൊക്കെ എന്തിനാ ഈ പാർട്ടിക്ക് വേണ്ടി, ഒരു കസേരയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നെന്നുള്ളതാണ് എനിക്ക് പേഴ്സൺ. ഓക്കെ, കേട്ടല്ലോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചേരാം.